ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സച്ചിയും അർച്ചനയും കൂടി ലച്ചുവിൻ്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിക്ക് ലച്ചുവിൻ്റെ കോൾ വരുന്നത്. അത് അവളായിരിക്കുമല്ലേ വിളിക്കുന്നത് എന്ന് അർച്ചന ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അതേ എന്ന് സച്ചി പറയുന്നു. ഈ രാത്രിയിലും അങ്ങോട്ട് ചെല്ലാനായിരിക്കും അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, താൻ ഒന്ന് വിശ്വസിക്കുക, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കുക. ഇത് കേട്ട് അർച്ചന വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വിശ്വാസം അത് എന്നേ തകർന്നുപോയി. നിങ്ങൾ എന്നോട് പറയുന്നതെല്ലാം കള്ളമാണ്. എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല എന്നും. അതിൻ്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. അന്ന് ഓഫീസിലേക്ക് നിങ്ങൾക്ക് തന്നുവിട്ട ആഹാരം നിങ്ങൾ അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും അത് സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചു അല്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, ആ സാഹചര്യം എന്താണെന്ന് ഞാൻ തന്നോട് പറയാം. എനിക്കൊന്നും കേൾക്കണ്ട സാഹചര്യം പോലും. എൻ്റെ കുഞ്ഞിന് പനി പിടിച്ച് ശ്വാസം മുട്ടി ജീവൻ പോകുന്ന അവസ്ഥ വന്നപ്പോൾ പോലും അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ വന്നില്ല. നിങ്ങൾക്ക് നേരമില്ലായിരുന്നു. ആ സമയത്തും നിങ്ങൾ പഴയ കാമുകിയോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. വയ്യാത്ത കുഞ്ഞിൻ്റെ ജീവനും കൊണ്ട് ഞാനും സന്ധ്യച്ചും ആശുപത്രിയിലെത്തിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇപ്പോഴും എൻ്റെ കൺമുന്നിലുണ്ട്. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് അർച്ചന. അതൊക്കെ ഓർത്തിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അർച്ചനയ്ക്ക്. എന്നിട്ട് അർച്ചന ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം സച്ചി നൽകുമ്പോഴും അതെല്ലാം സഹിക്കാനാവാതെ നിൽക്കുകയാണ് അർച്ചന. അത് അവളായിരുന്നില്ലേ ആ ലക്ഷ്മി എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് സച്ചി. താനൊരു അച്ഛനാണോ ഭർത്താവാണോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം, അത് പറയാനുള്ള സാവകാശം നീ തരുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ വളരെ ദേഷ്യപ്പെട്ട് അർച്ചന അവിടെ ഇരിക്കുന്ന ജഗ്ഗിലിരിക്കുന്ന വെള്ളം തട്ടിക്കളയുന്നു. നിങ്ങൾ പറയുന്ന കള്ളം ഇനിയും ഞാൻ കേൾക്കണോ? ഉടനെ സച്ചി പറയുന്നുണ്ട്, താൻ ചോദിച്ചതും പറഞ്ഞതും എല്ലാം സത്യം തന്നെയാണ്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നോട് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ആ ഭാരം ചുമന്ന് നടക്കാൻ എനിക്ക് വയ്യ. ഞാൻ തന്നോടെല്ലാം പറയാം. താൻ കരുതുന്നത് പോലെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, ഈ മുറിയിൽ നിന്ന് പൊക്കോ എന്ന് പറഞ്ഞ് അർച്ചന ദേഷ്യപ്പെടുന്നു. ഈ സമയത്ത് ലച്ചു വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലച്ചുവും ഗോവിന്ദും ഇന്ന് പോകാൻ തുടങ്ങുകയാണ്. പോയി കഴിഞ്ഞാൽ ഇനി കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലച്ചു വീണ്ടും സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ചി എടുക്കുന്നില്ല അല്ലേ എന്ന് ഗോവിന്ദ് ചോദിക്കുന്നു. ഇത്രയും നാൾ അവൻ തനിക്ക് വേണ്ടി ചെയ്ത സഹായം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എനിക്കും അവനെ കണ്ടിട്ട് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്താൽ എയർപോർട്ടിലെത്തുമ്പോൾ നമ്മൾ ലേറ്റ് ആവും എന്നൊക്കെ ഗോവിന്ദ് പറയുമ്പോൾ ലച്ചു പറയുന്നുണ്ട്, സാധാരണ സച്ചിയേട്ടൻ ഒരു ബെല്ലിന് ഫോൺ എടുക്കുന്നതാണ്. എന്നാലും പോകുമ്പോൾ ഒരു വാക്ക് പറയാതെ എങ്ങനെയാ എന്ന് ലച്ചു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നു, സാരമില്ല, തിരിച്ചു വരുമ്പോൾ നമുക്ക് സച്ചിയെ കാണാം. നിന്നോട് അവൻ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊരു കെയറിങ് ആണ് നിനക്കവൻ തന്നത്. ഒരു പക്ഷേ ഞാൻ തനിക്ക് തരുന്നതിനേക്കാൾ എത്രയോ കെയറിങ് ആണ്. അപ്പോൾ ലച്ചു പറയുന്നുണ്ട്, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാണ് ആ മനുഷ്യൻ എന്നെ സഹായിച്ചത്. സച്ചിയേട്ടൻ്റെ മനസ്സിൽ അർച്ചന മാത്രമേ ഉള്ളൂ. ആ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഞാൻ കണ്ടതാണ്. സച്ചിയേട്ടനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എന്ന് ലച്ചു പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നോ ഒരിക്കലുമല്ല. തന്നെ എനിക്കിങ്ങനെ തിരിച്ചു കിട്ടിയത് സച്ചി കാരണമാണ്. ഇനി നിന്നാൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. നമുക്ക് പോകാം, താൻ വിഷമിക്കണ്ട. നമ്മൾ ഒരിക്കൽ കൂടി വരും, സച്ചിയെ കാണാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് അവരെപ്പോൾ പോകാനായി ഇറങ്ങിയിരിക്കുകയാണ്. സച്ചിയെ കാണാൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടപ്പെട്ടാണ് ലച്ചു ഇരിക്കുന്നത്. ഗോവിന്ദ് ഇപ്പോൾ വളരെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി ഇപ്പോൾ അവർ പോവുകയാണ്. ഈ സമയം അർച്ചന വീണ്ടും സച്ചിയോട് പറയുന്നു, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിങ്ങൾ കുഞ്ഞിൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം. അവളെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്ന്. സത്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്നറിയാം. നിങ്ങൾ കള്ളനാണ്, പേരും കള്ളൻ. നിങ്ങളുടെ കൂടെ ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത്? എൻ്റെ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ സങ്കടത്തോടെയും അർച്ചന സച്ചിയോട് ചോദിക്കുന്നുണ്ട്.
പ്ലീസ് ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഇല്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി സച്ചിയും അർച്ചനയും ഒന്നിച്ചില്ല. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി.